ചിറ്റപ്പ വരുന്നുണ്ട്. മിണ്ടാ അവരുടെ കാര്യം പറയുന്നത് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നത് മതിയിടൂ, ഉള്ളത് മതി എടുക്കും. മുതലാളി ഇത്തവണ കാത്തൂന്റെ കടയിലേക്ക് ചരക്കൊന്നും തന്നില്ല. നിലക്കടലേൻ കൊപ്ര അടുത്ത എന്തൊക്കെയോ ഉണ്ടാവും, അതാണല്ലോ നിന്റെ കച്ചവടം. പക്ഷെ കാശിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും കാശെന്നുള്ള വിചാരേ ഉള്ളൂ. നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ്. ചേച്ചി, കരിങ്കല്ലായതുകൊണ്ടൊന്നുമല്ല, തമ്പ്രാഞ്ചേന്റെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ഇനി അങ്ങേരെ ഒരു പെണ്ണ് കിട്ടുമെന്ന്. എന്നെ എനിക്കും വേണ്ടടാ കല്യാണം. 10 വർഷം പൊന്നെ കരളെന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ചതാ. ഇയാൾ എന്തെങ്കിലും കെട്ടിയ എന്നെ കെട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി. ഇപ്പൊ തമ്പ്രാഞ്ചേന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗിഞ്ചിമൂട ഗാന്ധാരി ഒന്ന് ഒതുക്കുക. അല്ലെ ചേച്ചി പറ, തമ്പ്രാഞ്ചേന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ? സ്വന്തം അനുജന് ഭ്രാന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അയാളെ കൊണ്ട് യശോദ തമ്പുരാട്ടിയെ കെട്ടിച്ചു. ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് ഭ്രാന്തം പൊട്ടക്കുളത്തിൽ ചാടിച്ചെത്തു. ശവം പോലും കിട്ടിയില്ല. എന്നെ കെട്ടാതിരുന്നോണ്ട് ശവം തിരിച്ചു കിട്ടും. അങ്ങനെയല്ല ചേച്ചി. ആ സംഭവത്തിന് ശേഷം ഗാന്ധാരി അമ്മ തമ്പുരാട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വത്ത് പോലും കൊടുത്തില്ല. അങ്ങനെയുള്ള ഗാന്ധാരി അമ്മയെ ഒതുക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതം പോലും ഇല്ലെന്ന് പ്രതിജ്ഞ എടുത്തു പോയില്ലേ തമ്പുരാൻ ചേട്ടൻ? എന്റെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാനാ? അല്ല, നീ പെണ്ണൊന്നും കിട്ടുന്നില്ലേ? മനസ്സിനെ പിടിച്ചൊരു പെണ്ണിനെ കിട്ടണ്ടേ ചേച്ചി. ആ കിളവനെ വിട്ടേക്ക്, ഞാൻ റെഡിയാണ്. അയ്യടാ, അവന്റെ ഒരു കിണ്ണാര നിന്നെ എന്റെ കൈ കിട്ടും. ചന്ദ്ര ചതിച്ചു. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റുമോ? നാടകം നടത്തിയ തന്നെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. അല്ല, എന്റെ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണിമുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിനെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണിമുടക്കിന് ഞങ്ങൾ എന്ത് ചെയ്യാന്? നിങ്ങൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ചു കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ്, തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തേലും വഴി ഉണ്ടാക്കാൻ സമാധാനമായിട്ട്. നീ കച്ചിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് മോന്തിട്ട് വരാം. മോന്തുന്ന നീന്തുന്നോ കൊള്ളാം. വല്ലവന്റെ മേക്കിട്ട് കയറി ഉന്തും തള്ളും ഉണ്ടാക്കിയ ഇടയ്ക്കേറെ എന്നെ കിട്ടില്ല. മറ്റേ പരിപാടി ഉണ്ടല്ലോ, തല്ലുകൊള്ളുന്ന, അത് നിർത്തി. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ വേഗം പോയിട്ട് വാ. സന്ധിക്ക് മുമ്പേ പുറപ്പെട്ടാ മറ്റന്നാ വെളുപ്പിനെ അങ്ങെത്താം. എന്താ പടി? പട്ടി ശല്യം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറെ ഓടിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കിട്ടുവാനെ. ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളന്റെയും പോത്തിന്റെയും പുറത്തേറി പോവാനെ ഈ ചാക്കുട്ടിന് കിട്ടൂല. നീ ടാസ്ക് അമ്മാവാ, ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ നേടി. ഈ തട്ടിപ്പൊന്നും ചാക്കുട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക് അതെ, നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് ചേട്ടത്തെ ഇതാ കുട്ടി. എന്തുവാ പേര്? കാർത്തുമ്പി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. ബസൂരിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നേ. അമ്മാവനെവിടെ? ഇപ്പൊ വരും. പുള്ളിക്കാരനെ സമ്മതിച്ചു. കാശൻ കൊച്ചേ, ആ വണ്ടിയിലോട്ട് കയറിയിരുന്നു. എന്നല്ല, ആരാ മനസ്സിലായില്ല. കാർത്തുമ്പി.
ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആരെ? ആ, ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോയ്ക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പിൽ? ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. എന്താ അമ്മാവാ. ആ? ദേ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. ഫു, പട്ടി പെണ്ണുങ്ങളോടാണ് അസഭ്യം പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ടത് ഇയാളാണോ? ഈ പെണ്ണിന്റെ കാശ് അയ്യോ, വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരെ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വെച്ച്? അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പിന്നെ എന്റെ അമ്മാവൻ ആരോട് കാശ് വാങ്ങിച്ചത്? തുളച്ചി, നുണ പറയുന്നോ? നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരാണെന്നോ? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഞാൻ അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? അതെ. എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സൂക്ഷിച്ച് സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു ചേട്ടാ കാശ് ചെയ്യുന്നേ? ഇവരെന്താ കാശ് ചെയ്യുന്നേ? ഇതാ നിങ്ങളുടെ കാശ്. പെട്ടിയും മട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട് വിട്ടേനെ. ടാസ്ക് വിളിക്കാന്ന് പറഞ്ഞതാ. അമ്മ വിടരുത്. വന്നേ. തമ്പരാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാ ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചേരാനുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. അക്കൂട്ടത്തിൽ ഈ 2 കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം? നീ അതൊക്കെ സമ്മതിക്കും. കള്ള് മോന്താൻ കയറിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാകില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടിക്ക് ഓടാ പട്ടി. സിംഹത്തിനെ പിടിച്ചാൽ ആരാണടാ ചോദിക്കാറുള്ളത് ഇവിടെ? മിണ്ടാ കിടക്കാൻ പറയാനോട്. ഉറക്കത്തില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ദേ, ഇത് ശരിയാവില്ല. ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉറക്കത്തില് ബോധമില്ലാതെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യും? കള്ളപ്പന്നിന്റെ അമ്മന്റെ അനിയത്തിന്റെ ഭാര്യന്റെ മോനെ എന്താണ് വണ്ടി നിർത്തി? 16 അടിയന്തരം ഞാനിന്ന് സാരമില്ല, ഇനി അയാൾ ഒന്നും ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ. ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല. ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നുണ്ടവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ജീവനോടെ കുഴിച്ചുപൂടും. ഇയാൾക്ക് എന്താ തലയ്ക്ക് സുഖമല്ലേ? ഉറങ്ങി കിടക്കുന്നവരോട് വഴക്കടിക്കാൻ ഇത് വലിയ ശല്യമായല്ലോ. പാതിരാക്കി പരിപാടി കിടന്ന് വഴക്കടിക്കാൻ പറഞ്ഞു വന്നേ. ഏതായാലും വരച്ച് തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. നീ വണ്ടി കയറേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. പിന്നെ അടുത്ത വെളിച്ചം കാണുന്നിടത്ത് 2 ഞാൻ ഇറക്കി വിടും. ഇത് 2 സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം. ഇല്ലേ തമ്പറാൻ ചേട്ടൻ തളിച്ചാൽ ഞാൻ നടന്നു. സമ്മതിച്ചു, നീ വണ്ടി കയറേ. നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി നാറി.
തമ്പ്രാൻ ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് രണ്ടിന്റെ പോളെ. ശബ്ദമൊന്നും ഇല്ലല്ലോ. ചത്ത രണ്ടും ഇറങ്ങാൻ റെഡി